ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോണത് ഞാൻ ഗോൾഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. സോ എല്ലാവരോടും ഞാനൊരു ഹ്യൂജ് താങ്ക് യു പറയുകയാണ്. ബിക്കോസ് നമ്മുടെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന 2 വീഡിയോസും, അതായത് എൻഗേജ്മെൻറ്റ് വീഡിയോയും നമ്മളുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് സാരി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്ന വ്ളോഗും ഒരുപാട് ആൾക്കാർ സ്നേഹം അറിയിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ റാൻഡമായിട്ടാണ് ഓരോ ദിവസം പോയിട്ടൊക്കെയാണ് എടുത്തേക്കുന്നത്. 2022 തൊട്ടിട്ട് അങ്ങോട്ട് ഞങ്ങൾക്ക് എപ്പോഴാണോ പൈസ കൂടി വരുന്നത് ആ ടൈമിൽ പോയിട്ട് എടുക്കാറുണ്ടായിട്ടോ. അപ്പോൾ അങ്ങനെയുള്ള റാൻഡം വീഡിയോസൊക്കെ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെയും ഗോൾഡ് വാങ്ങിക്കുമ്പോഴേലും എനിക്കങ്ങനെ വലിയ ആകെ ഉണ്ടായിരുന്ന സാധനം കേരള മോഡൽ വാങ്ങിക്കേണ്ട, ആൻറ്റീക്ക് അല്ലെങ്കിൽ ടെമ്പിൾ സംഭവങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഫ്രാൻസിസ് ആലുക്കാസ് വടകര ആയിരുന്നു. അവിടെ ഫസ്റ്റ് തൊട്ട് പണ്ടോട്ടേ അമ്മയും അച്ഛനൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം പരിചയം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഇന്നേതാ ഉള്ളത്, അതിനനുസരിച്ചുള്ള സാധനം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ ഒരു നെക്ലേസ്, അതിനുശേഷം വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ക്ലിപ്പ് വന്നിട്ട് അമ്മയ്ക്ക് കമ്മലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പം ഞാനും അച്ഛനും പോയിട്ടുണ്ടായിരുന്ന, ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതുപോലെ 2022 ഞങ്ങൾ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അന്നേരം അത്ര ആലോചിക്കണില്ലല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഹാരമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് ഇനീഷ്യലി നമ്മൾ ഇടുന്ന 2-3 നെക്ലേസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിന് താഴോട്ടേക്ക് ഇടുന്ന ഹാരമൊക്കെ വേണം, കൂടെ അതല്ലാതെ ഒരു കയ്യിലിടാൻ വേണ്ടിയിട്ടുള്ള വളയും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. ഒരു കയ്യിലുള്ളത് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടും അതിനളവ് കൊടുക്കാനൊക്കെ ഞാനും അച്ഛനും കൂടി പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയും ഞാൻ ഓൾറെഡി 1-2 നെക്ലേസ് എടുത്ത് വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു സിമിലർ പാറ്റേൺ ഫോളോ ചെയ്യണമായിരുന്നല്ലോ. പിന്നെ എനിക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു ടിപ്പ് എന്നുള്ളത്, അതായത് നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോഴേലും ഒരുമിച്ച് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും. നമുക്ക് പണിക്കൂലിയിൽ നല്ല ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതല്ലാത്ത കേസിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർ എന്നെപ്പോലെ പണി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നമുക്ക് ഓരോരോ എന്താ പറയുക ജ്വല്ലറി സെറ്റിനും ചിലപ്പോൾ ചെട്ടിനാടിന് ഡിഫറെൻ്റ് ആയിരിക്കാം, കേരള മോഡലിന് ഡിഫറെൻറ്റ് ടോൺ ആയിരിക്കാം. ആ ഗോൾഡ് തന്നെ ചെറിയൊരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മൈനർ ഡിഫറൻസ് ഉണ്ടാകും. അത് നമ്മളെല്ലാം കൂടെ പെയർ ചെയ്ത് വരുമ്പോഴേലും നല്ല ഹ്യൂജ് ഡിഫറൻസ് ആയിട്ടും ചിലപ്പോൾ ഓഡായിട്ട് ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ പണിക്കൂലി കുറയാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതായത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോഴേലും പണിക്കൂലി കുറയണ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ട് പറയണം, അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇക്കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ടോണൊക്കെ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെ 1-2 സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു. ബിക്കോസ് സിമിലർ ആയിട്ടുള്ള ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സിമിലർ പാറ്റേണിലുള്ള നെക്ലേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ അടിയിലോട്ടേക്കുള്ള ആ ഒരു സാധനങ്ങളായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ലെയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പറയുന്ന പോലെ കുറേ മുത്തും കാര്യങ്ങളൊക്കെ ഇല്ലേ ലാസ്റ്റിലെ ഹാരത്തിന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് വേണ്ട, അത് നമുക്ക് വേറെ നോക്കാം. അതങ്ങനെ ലാസ്റ്റ് വേണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിൽ ശരി അവിടെ വയ്ക്കാം, വേറെ എനിക്ക് ആ ഒരു രീതിയിലുള്ള പാറ്റേണോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഇത് തന്നെ ചൂസ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ റാൻഡമായിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. ഇങ്ങനത്തെ നെക്ലേസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായി. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ഹാരം അതുമായിട്ട് മാച്ച് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞതുപോലെയും ടോൺ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണമായിരുന്നു. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഓരോന്നിലും ഫീൽ ചെയ്യും. സോ ആ ഒരു ടോൺ ഡിഫറൻസ് എൻ്റെ എക്സാക്റ്റ് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കളർ ഷെയ്ഡ് വേണ്ടതുകൊണ്ട് അത്യാവശ്യം കുറച്ച് തപ്പി. എന്നിട്ടും ഒരു സാധനം എനിക്ക് ഡിഫറെൻറ്റ് കളറിലാണ്, ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കണമായിരുന്നു. അതൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ ഹാരമൊക്കെ എനിക്കൊന്നു കുറച്ച് മുൻപ്, അതായത് ഞങ്ങൾ വാങ്ങിച്ചു വെച്ച് ലാസ്റ്റിലൊക്കെ വാങ്ങിച്ചിരിക്കുന്ന സാധനമാണ് ഹാരമൊക്കെ. ബാക്കി നെക്ലേസൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് അവിടെ ഒക്കെ പോകുമ്പോൾ ഇടാമല്ലോ. ഹാരമൊന്നും അങ്ങനെ, അതുകൊണ്ട് ഇത് ലാസ്റ്റ് വാങ്ങിക്കാമെന്ന് വെച്ചപ്പോഴേലും ചെറിയ രീതിയിൽ പണി കിട്ടി. അതിൻ്റെ ഇടയിൽ ഹാരം അവർ തപ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, ഞങ്ങൾ പറഞ്ഞ പാറ്റേൺ ഉണ്ടോ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും റിസപ്ഷന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു രീതിയിൽ മാച്ച് ചെയ്യാന്നുള്ള രീതിയിൽ. പിന്നെ വിചാരിച്ചു വേണ്ട, ബിക്കോസ് ഇത് ഭയങ്കര ഹെവിയാണ്. ഇതൊരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എവിടെയും, എനിക്ക് പേഴ്സണലി നമുക്ക് എവിടെ മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ എവിടെ ഇട്ടിട്ട് പോകാൻ പറ്റും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് റയർ പീസസ് എന്നുള്ള രീതിയിൽ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കൊള്ളാം, എനിക്ക് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയും 1-2 പീസസ് ഉണ്ടല്ലോ, ഈ കാണിച്ചേക്കുന്ന ഡയമണ്ട് പീസസൊക്കെ ട്രൈ ചെയ്തു. അതും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഇടുന്ന, അതായത് തലേന്ന് വെഡ്ഡിങ് ഈവൻ ഇടുന്ന ഔട്ട്ഫിറ്റിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നെക്ലേസ് ചൂസ് ചെയ്യാന്നുള്ള രീതിയിൽ. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചത്, അതായത് ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോഴുണ്ടായിരുന്ന പാറ്റേൺ അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് പച്ചക്കല്ലിൻ്റെ കൂടെ അതിയായിട്ടുള്ളൊരു ഒബ്സഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ സാധനമൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിട്ടോ.
അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഒരു ഹാരമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതല്ല, ബിക്കോസ് ഞാൻ ആ ഹാരം വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ലോക്കറ്റ് ഭയങ്കര എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓടായിട്ട് ഫീൽ ചെയ്യും. അതുമായിട്ട് മാച്ച് ചെയ്ത് പോകത്തില്ല. എന്നാൽ സിമിലർ പാറ്റേണിൽ വരുന്ന ഒരു കാശിയൊക്കെ വന്നിട്ടുള്ള ആ ഒരു പാറ്റേണാണ്. സപ്പോസ് ഞാൻ ഇത് ആദ്യമേ കാണുവാണെങ്കിൽ ഈ 2 എണ്ണം മാത്രം എടുക്കുമായിരുന്നു കേട്ടോ, ബിക്കോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ വാങ്ങിക്കാൻ പോയ ടൈമിൽ ഇത് ഉണ്ടായില്ല. ഒരു അടിപൊളി യുണീക്കായിട്ടുള്ള നല്ല വെയിറ്റൊക്കെ ഉള്ള നല്ലൊരു സാധനമായിരുന്നു. നമുക്ക് എന്താ പറയുക നല്ല റെഫ്യൂസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ സാധനമാണ്. അങ്ങനെ ഒരുപാട് തെരച്ചിലിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഫൈനലി കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ഹാരം കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളാണ് ആ ട്രെയിൽ കാണുന്നത്. വളയും പിന്നെ അതേപോലെ റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഹാരത്തിൻ്റെ മേലെ ഇടുന്ന ഒരു മാലയൊക്കെ ആയിരുന്നു, സിമ്പിളായിട്ടുള്ളൊരു മാലയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഹാരം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇന്ന രീതിയിൽ വേണം, ആ രീതിയിലുള്ളത് വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്ന നെക്ലേസ് പീസസ് ഒക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഓൾറെഡി നെക്ലേസ് ചൂസ് ചെയ്തുകൊണ്ടും അതുമായിട്ട് ഒട്ടും മാച്ച് ചെയ്യാത്തതുകൊണ്ടും വാങ്ങിക്കാൻ വേണ്ടി പറ്റിയില്ല. ജസ്റ്റ് എന്തായാലും ഇട്ട് നോക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ ഇട്ട് നോക്കിയിട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ലാസ്റ്റ് ടൈം ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ അതായത് ഫൈനലൈസ് ചെയ്തു ഇന്ന സാധനങ്ങളാണ് ശരി ഇന്നതാണ് എടുക്കാൻ വേണ്ടി പോകണമെന്നുള്ള പോയിട്ടുണ്ടായിരുന്ന ദിവസമാണ്. അന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം 1-2 മിഡിലിടുന്ന ചെയിൻ പോലത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിട്ടും. സപ്പോസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഗോൾഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാൻസിസ് ആലുക്കാസിൽ പോകാം. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമില്ല. സർവീസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. സപ്പോസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇല്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സാധനങ്ങളില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി തരാനുള്ള ഓപ്ഷനും ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം സെറ്റിൽ ചെയ്തിട്ട് ഞാൻ എൻ്റെ മോതിരത്തിൻ്റെ അളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ ദിവസമായിരുന്നു. നമ്മുടെ എൻഗേജ്മെൻറ്റ് റിങ് അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, കല്യാണത്തിനായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ ആ ഒരു മോതിരം എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേണമായിരുന്നു. എന്തായാലും അതിനകത്ത് കുട്ടി കുട്ടിയായിട്ടുള്ള ഡയമണ്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു റിങ് ആയിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന പാറ്റേൺ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഫോട്ടോ റെഫറൻസ് പിക്ചർ കൊടുത്തിട്ട് ആ ഒരു രീതിയിലായിരുന്നു എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനളവ് കൊടുക്കാനും വേറൊരു റിങ്, ഒരു പച്ചക്കല്ലുള്ള റിങ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെയും എനിക്കൊരു മനസ്സിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതിനിടയിൽ ഈ ഒരു മാലയൊക്കെ ഞാൻ ആദ്യമേ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മാലയായിരുന്നു. ഇൻ ബിറ്റ്വീൻ നമ്മളുടെ മാലയായിട്ട് ഒരു രീതിയിലും സെറ്റ് ചെയ്ത് പോകത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ലോക്കറ്റ് ഭയങ്കര വലുതായതുകൊണ്ട് അത് വയ്ക്കുമ്പോഴേലും ചില സ്ഥലത്തൊക്കെ ഭയങ്കര എന്താ പറയുക ഓടായിട്ടിരിക്കുന്നു ഫീൽ ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ കയ്യിലിടുന്ന സാധനം, നമ്മളുടെ ഹിപ്പ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും ഇപ്പോൾ ഈ പറയണ പോലെ തന്നെ നിങ്ങൾക്ക് കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ കുറേ നാൾ മുമ്പേ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. അവസാനം ആകുമ്പോഴേലും ഭയങ്കര റഷായിരിക്കും. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങണമെന്നില്ല, പല പല പ്രശ്നങ്ങളും വരും. സോ ദാറ്റ് അതൊരു ഹ്യൂജ് ടിപ്പായിട്ട് എടുത്തോളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫുഡ് അടിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മൾ ഇന്നേ മോതിരമാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. ദ വെരി നെക്സ്റ്റ് ഡേ, അതായത് എനിക്ക് തോന്നുന്നു 6th ആണെന്ന് തോന്നുന്നു, നമുക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സാക്ട് സെയിം ഡിസൈൻ എനിക്ക് വളരെ പെട്ടെന്ന്, അതായത് വളരെ മിനിമൽ ടൈമിൽ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായി. ആൻഡ് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആമീസ് ഹെന്ന ആർട്ടിസ്റ്റാണ്. ഇൻസ്റ്റഗ്രാം സ്റ്റോർ ഉണ്ട്, അവർക്ക് ചെക്കൗട്ട് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും പേജിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ കൈ കുഞ്ഞിതായതുകൊണ്ട് തന്നെ അത്യാവശ്യം പാടുപെട്ടു. പക്ഷെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ സെയിം ഡിസൈൻ, അതായത് വളരെ മിനിമൽ, ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയും ടൈമിൽ ചെയ്തു തരുമെന്നുള്ളത്. എനിക്ക് അത് കഴിഞ്ഞിട്ട് വേറെയും പണിയുണ്ടായിരുന്നു, അതായിരുന്നു മെയിൻ പ്രശ്നം. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവർ യൂസ് ചെയ്തേക്കുന്ന ഹെന്ന കോൺ വന്നിട്ട് ഓർഗാനിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് വിത്തിൻ 2 days തന്നെ, വിത്തിൻ 2 days അല്ല, ലൈക്ക് അതിട്ട് ആ ഒരു ഹോൾ ഡേ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് സെക്കൻഡ് ഡേ ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിട്ടോ. സോ ഇതാണ് ഫൈനൽ ലുക്ക്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഗോൾഡ് പർച്ചേസിങ് വ്ളോഗ് എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട.